ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഹൈപ്പ് ഓപ്ഷനിൽ ഒന്ന് ഹൈപ്പ് ചെയ്തിരിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ, അതായത് നമുക്ക് ലൈക്ക് ഷെയർ എന്നൊക്കെ ഉള്ളിടത്ത് ഒരു ഹൈപ്പ് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഷെയറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് എന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പോയിൻറ്റ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെയ്യാത്തവർ അതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു ചെറിയൊരു പച്ച നേന്ത്രക്കായും എടുത്തു. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. പച്ചക്ക ആണെങ്കിലും മതി, പച്ച നേന്ത്രക്ക ആണെങ്കിലും മതി. ചെറിയ ഒരു പച്ച നേന്ത്രക്കായാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം എന്താ ചെറിയ പീസായിട്ട്, ഒരുപാട് വലിയ പീസാക്കരുത്, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയും ഒരു ചെറിയ കായും എടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ മതി കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അധികം എരിവ് വേണ്ടാത്തവർക്ക് 1/2 ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കായൊന്നും ഒരുപാടങ്ങ് വെന്തുടയരുത്, എന്നാൽ നന്നായി വേവ് വേണം. ആ ഒരു പരുവ് കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കണം, പക്ഷേ അങ്ങ് ഉടഞ്ഞ് കലങ്ങുന്ന ഒരു പരുവ് ആവുകയും ചെയ്യരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ തിള വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. കായൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചു. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ അങ്ങ് ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പുളി ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓരോരുത്തർക്കും പുളിയുടെ അളവ് ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. എല്ലാവർക്കും ഒരുപോലെ പുളി ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പുളി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നമ്മുടെ കായും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ആ പുളിയുടെ ആ റോ ടേസ്റ്റൊക്കെ മാറി അതിലേക്ക് പുളിവെള്ളമൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഈ സമയത്ത് ഒരു പിടി ഞാൻ തേങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താണ് കേട്ടോ. ചിരകാനുള്ള മടിക്ക് ഈ ഒരു രീതിയിലാണ് മിക്കവാറും ചെയ്യുക. അപ്പോൾ ഒരു പിടി തേങ്ങ മതിയാവും. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മതിയാവും, നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഒരു പിടി തേങ്ങ മതി കേട്ടോ. തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത്, കൂടിക്കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. അപ്പം എന്താ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ കറിയൊക്കെ വെന്ത് ആ പുളിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പും പുളിവെള്ളവും കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ എന്താ അരച്ച അരപ്പിൻ്റെ പേസ്റ്റ്, ആ പുളിവെള്ളത്തിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മുളക് പൊടി ചേർക്കുന്നതിന് പകരം ഒരു 3-4 വറ്റൽ മുളക് ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക. എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് റോസ്റ്റ് ചെയ്താൽ, ഒരു ഇത്തിരി എണ്ണ ഒഴിച്ച് റോസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ആ വറ്റൽമുളക് ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ജീരകവും വറ്റൽമുളകും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഇതും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ മുളക് പൊടി നമ്മൾ ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും വേറൊരു സ്വാദാണ് കേട്ടോ. ആ രീതിയിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ മുളക് പൊടി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഓവറായിട്ടിട്ട് തിളപ്പിക്കരുത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി ഇട്ട് തിളപ്പിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാടങ്ങ് തിക്കാക്കരുത്. അത്യാവശ്യം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് തിക്കായി കഴിഞ്ഞാലും ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും കേട്ടോ. ഓവറായിട്ട് തിക്കാക്കുകയും ചെയ്യരുത്, ഓവറായിട്ട് അങ്ങ് ലൂസാക്കുകയും ചെയ്യരുത്. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം പരുവം. നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് തിളപ്പിച്ച് വരുമ്പോൾ ആ തേങ്ങയൊക്കെ കിടന്ന് അതൊരു പിരിയുന്ന പോലെ ആയിപ്പോവും. ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് മതിയാവും. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും ഒരിത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് ഉലുവ മതി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവ ഇല്ല എന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒരു നുള്ള് ഉലുവാപ്പൊടി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ താളിക്കുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉലുവയായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു നുള്ള് ഉലുവ ഇട്ടു. അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. അത് നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പുളിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ബാലൻസ് ചെയ്യുക. ഒത്തിരി അങ്ങ് പുളി ചേർക്കരുത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം. അപ്പോൾ ചിലർക്ക് നല്ല പുളി ഇഷ്ടമുണ്ടാവും, ചിലർക്ക് പുളി കുറച്ച് മതിയാവും. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നിങ്ങളുടെ പുളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പുളി കൂടിപ്പോയി എന്നുള്ള ടെൻഷൻ വരും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് റെസിപ്പീസ് പച്ചക്ക വെച്ചിട്ടും കുമ്പളങ്ങ വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വ്യത്യസ്തമായ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും പറയുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. പുതിയ വീഡിയോസ് ഉടൻ തന്നെ കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.